നമുക്ക് 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഓവറി എന്താണെന്ന് പഠിക്കാം. അത് കണക്ക് തന്നെ 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് ആൻസർ ചെയ്യാനും പറ്റും. ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഏതൊരു കുട്ടിക്കും ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അത് കണക്ക് പോയിൻ്റ് വൈസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഓർമ്മ നിൽക്കാനും എളുപ്പമാണ്. ഓരോരോ പോയിൻ്റ് ഓരോരോ ഹെഡിങ് ആയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ആ ഓരോ ഹെഡിങ്ങിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ പഠിച്ചാൽ മാത്രം മതി. ഈസി ആയിട്ട് ഓവറി 5 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് കവർ ചെയ്യാം. ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഓവറിയുടെ സ്ട്രക്ചർ, പിന്നെ ഓവറിയുടെ ഫങ്ഷൻ. അപ്പോൾ ആദ്യം നമുക്ക് ഓവറിയുടെ സ്ട്രക്ചർ നോക്കാം. അതിൻ്റെ അകത്ത് വരുന്ന പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓവറി എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ്. ഇപ്പം മെയിൽസിൽ കാണാറില്ല, ഫീമെയിൽസിൽ മാത്രം കാണുന്ന റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് ഓവറി. അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. അത് ഓവറി എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും എഴുതിയിരിക്കണം. പിന്നെ ഇതൊരു പെയേർഡ് സ്ട്രക്ചറാണെന്ന് പറഞ്ഞാൽ 2 എണ്ണം ഉണ്ടാവും. ഒന്നല്ല 2 എണ്ണം നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവും. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഈ ഓവറി എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ 2 സൈഡുകളിലായിട്ടാണ് ഇരിക്കുന്നത്. എന്നിനകത്ത് ഞാനിപ്പോൾ പടം വരച്ചിട്ടില്ല, പോയിൻ്റ് വൈസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഷോർട്ടാക്കി കൊടുത്തിരിക്കുന്നതുകൊണ്ട് പടം വരയ്ക്കാത്ത, അല്ലെങ്കിൽ പടം വരച്ച് കാണിക്കായിരുന്നു. അപ്പോൾ ലൊക്കേഷൻ പറയുവാണെങ്കിൽ യൂട്രസിൻ്റെ 2 സൈഡിലായിട്ട് ഓരോരോ ഓവറി ഇരിപ്പുണ്ട്. അടുത്ത പാർട്സ് നോക്കുകയാണെങ്കിൽ ഇതിന് മെയിനായിട്ട് നമുക്ക് 3 പാർട്സ് എന്ന് പറയാം. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഒരു ലെയർ ഉണ്ടാവും, പിന്നെ അതിന് കുറച്ച് അകത്തോട്ടൊരു കോർട്ടക്സ് എന്ന് പറഞ്ഞ ലെയർ, പിന്നെ ഇന്നർ മോസ്റ്റ് മെഡുല്ല. ഇന്നർ മോസ്റ്റ് പാർട്ടിന് മെഡുല്ല എന്നാണ് പറയണത്. ഔട്ടറായിട്ട് ആ ഇന്നറിൻ്റെ തൊട്ട് പുറമെ കാണുന്നത് കോർട്ടക്സ്, അതിൻ്റെയും പുറമെ ഏറ്റവും ഔട്ടറിൽ കാണുന്നതാണ് ഔട്ടർ മോസ്റ്റ് ലെയർ. ഈ ഔട്ടർ മോസ്റ്റ് ലെയറിന് പറയുന്നത് ട്യൂണിക്ക ആൽബിജീനിയ. അത് കണക്ക് കോർട്ടക്സിൽ എന്ന് പറഞ്ഞാൽ അതൊരു ഔട്ടർ മെഡുലേക്കട്ട് ഔട്ടറാണ്, പക്ഷെ അവിടെ കാണപ്പെടുന്നത് ഓവേറിയൻ ഫോളിക്കിൾസ് ഒക്കെ കാണപ്പെടുന്നുണ്ട്. പിന്നെ ഇന്നർ മോസ്റ്റ് ലെയർ വരുമ്പോഴത്തേക്കും നമുക്ക് ഓവറിയിലെ ഫോളിക്കിൾസിനെ നോക്കാം. മെയിനായിട്ട് 3 എന്നാണ് നമ്മൾ പറയണത്, എന്നാലും അതിൻ്റെ ഇടയ്ക്ക് ആൻഡ്രൽ ഫോളിക്കിളും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം പ്രൈമറി ഫോളിക്കിളാണുള്ളത്, അത് ഊസൈറ്റ് അത് ഉണ്ട് അതിൻ്റെ അകത്ത്. അത് കഴിഞ്ഞ് ഈ പ്രൈമറി ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്തിട്ട് സെക്കൻഡറി ഫോളിക്കിളായിട്ട് മാറുന്നു, അതിൻ്റെ അകത്ത് ഊസൈറ്റ് ഉണ്ട്. പിന്നെ അത് ആൻഡ്രൽ ഫോളിക്കിളായിട്ട് മാറുന്നു. ഈ ആൻഡ്രൽ ഫോളിക്കിൾ പിന്നും അത് ഗ്രോ ചെയ്തിട്ട് അത് ഗ്രാഫിൻ ഫോളിക്കിളാവുന്നു. ആ സമയത്ത് ഈ ഊസൈറ്റ് ഡെവലപ്പ് ചെയ്ത് ഓവമാവുന്നു. ഈ ഓവം ഈ ഗ്രാഫിൻ ഫോളിക്കിളിൻ്റെ ടൈമിൽ റിലീസ് ചെയ്യപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഗ്രാഫിൻ ഫോളിക്കിൾ ചുരുങ്ങിയിട്ട് കോർപ്പസ് ലൂട്ടിയം ആവുന്നു. ഈ കോർപ്പസ് ലൂട്ടിയം പിന്നും ചുരുങ്ങി കോർപ്പസ് ആൽബിക്കൻസ് എന്ന ഒരു. ഇനി നമുക്ക് ഫങ്ഷൻ ഓഫ് ഓവറി നോക്കാം. മെയിനായിട്ട് 2 ഫങ്ഷനാണ് ഓവറിക്കുള്ളത്. ഒന്നെന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ഓവം അല്ലെങ്കിൽ എക്സ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായിട്ടുള്ള ഓവറിയുടെ മെയിൻ ഫങ്ഷൻ അല്ലെങ്കിൽ പ്രൈമറി ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ്. ഇതതിൻ്റെ മെയിൻ ഫങ്ഷനാണ്. ഇത് ഒരിക്കലും മറക്കരുത്, ഇതെന്തായാലും എഴുതിയിരിക്കണം. പിന്നെ രണ്ടാമത് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ റിലീസ് ഹോർമോൺസ്. ഓവറി 2 ഹോർമോൺസ് റിലീസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. അങ്ങനെ ഓവറിക്ക് മെയിനായിട്ട് 2 ഫങ്ഷനാണുള്ളത്. ഒന്ന് പ്രൊഡ്യൂസ് ഓവം, രണ്ടാമത്തത് റിലീസ് ഹോർമോൺസ്. ഏതൊക്കെ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. അപ്പം നമ്മളുടെ ഈ 2 ടോപ്പിക്സ് കവർ ചെയ്ത് ഏതൊക്കെയാണ് ഓവറിയുടെ സ്ട്രക്ചറും ഓവറിയുടെ ഫങ്ഷനും പോയിൻ്റ് വൈസാണ്. 5 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം.